ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ 9-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നുചെല്ലാം. 804ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 85,000-ഓളം ആളുകളാണ് കണ്ടിരിക്കുന്നത്. 41% ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. ഇന്നലത്തേനേക്കാളും 11%-ഓളമാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ഹൗസ്ഫുൾ ഷോകളും 77ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ട്രാക്കേഴ്സ്. 1,29,00,000-ത്തിനടുത്താണ് സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അതായത് ഫൈനൽ കളക്ഷനായി പറയപ്പെടുന്നത് 1,35,00,000-ഓളം രൂപ. അതായത് ഒരുപക്ഷെ 2 കോടി എന്നുള്ള ലെവലിലാണ്. ഇതിനോടകം തന്നെ വലിയ രീതിയിലൊരു വിജയമായി മാറിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. പ്രണവ് മോഹൻലാലിൻ്റെ പേരിൽ വന്ന ഈ സിനിമ നമ്മൾ സഹിതമല്ല, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയായതുകൊണ്ട് തന്നെയാണ്. ഇന്ന് 50 കോടി ക്ലബിലൊക്കെ കയറുമ്പോൾ പ്രണവ് മോഹൻലാലിനെ തള്ളി പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ വന്നപ്പോൾ നമ്മൾ കാത്തിരുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ വിനീത് ശ്രീനിവാസൻ എടുത്തതുകൊണ്ടോ ധ്യാൻ ശ്രീനിവാസൻ ഉള്ളതുകൊണ്ടോ ഞാനൊരു സിനിമയും കാണാൻ പോകാറില്ല. ഞാൻ കാണണമെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ആണെങ്കിൽ കാണാൻ പോകാറുണ്ട്. മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലോ മമ്മൂട്ടിയുടെ മകൻ ദുൽഖറോ ആണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് കൊടുക്കാറുണ്ട്. പിന്നീടുള്ളത് നമുക്ക് ടൊവിനോ, നിവിൻ പോളി അങ്ങനെയുള്ള സിനിമ ആളുകളെയാണ്. അപ്പം ഈ ഒരു സിനിമയെ നമ്മൾ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ പേരിൽ തന്നെയാണ്. അത് പച്ചയ്ക്ക് അങ്ങ് പറയുകയാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സിനിമ വലിയൊരു വിജയമായി മാറുകയാണ്. അതിൻ്റെ 100% ക്രെഡിറ്റും ഞാൻ നൽകുന്നത് വേറെ ആർക്കുമല്ല, പ്രണവ് മോഹൻലാലിന് തന്നെയാണ്. പ്രണവ് മോഹൻലാൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ പണ്ടേ കൂപ്പുകുത്തിയാനേയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സിനിമ ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. നല്ല ലെവലിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇനീഷ്യൽ പുള്ളും ഇതുവരെയുള്ള 50 കോടി ക്ലബിൽ കയറാനുള്ള ഏക കാരണം പ്രണവ് മോഹൻലാൽ തന്നെയാണ്. കാരണം അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചുവരവായിട്ട് തന്നെയാണ് ഈ സിനിമ കാണുന്നത്. നിവിനോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധവും കാര്യങ്ങളൊന്നുമില്ല, എനിക്കിഷ്ടമുള്ള നടൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രകടനമാണെന്ന് അറിയാമെങ്കിലും പ്രണവ് മോഹൻലാലിൻ്റെ പേരിൽ തന്നെയാണ് ഈ സിനിമ ഇത്രയും വീഡിയോസ് ചെയ്യുന്നതും കാണുന്നതും. എന്താണെന്നും സിനിമ ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് 23 കോടി കഴിഞ്ഞിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് 51 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രണവ് മോഹൻലാലിൻ്റെ പേരിലാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ പേരിലാണോ സിനിമ കാണുന്നത്? അല്ല, വിനീതിൻ്റെ പടമായിട്ടാണ് കാണുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്.